ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പിക്ചർ കണ്ടായിരുന്നു, അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന കോട്ടും കൂടി ആവുമ്പോൾ വളരെ ഭംഗി തോന്നി. ബാസ്കറ്റ് ബോളിൻ്റെ നെറ്റിനുള്ളിലേക്ക് വീഴുന്ന ബോളാണ് കാണിച്ചിരിക്കുന്ന ചിത്രം. എന്നിട്ട് താഴെ എഴുതിയിട്ടുണ്ട്, ഓൾ ദ ഫോളിങ്സ് ആർ നോട്ട് ഫെയിലിയർ. ഓൾ ദ ഫോളിങ്സ് ആർ നോട്ട് ഫെയിലിയർ. ചില കാര്യങ്ങൾ, ചില വീഴ്ചകൾ പരാജയമാണെന്ന് വിചാരിക്കരുത്. ഇനി നമ്മളൊരു 3 വീഴ്ചകളെ കുറിച്ച് ധ്യാനിക്കുകയാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വീഴ്ച, രണ്ടാമത്തെ വീഴ്ച, 3-ാം പ്രാവശ്യം വീഴുന്നു എന്നുള്ളത്. പക്ഷെ അവൻ അവിടെ കിടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിടഞ്ഞെഴുന്നേൽക്കലും പിടിച്ചെഴുന്നേൽപ്പിക്കലും ആക്രോശങ്ങളുമായിട്ട് ഈ വഴി യാത്ര മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ബി ഓൺ യുവർ മൂവ് മാൻ. ഇങ്ങനെ ഒന്ന് മുമ്പോട്ട് നടന്നു തുടങ്ങുന്നേ, താഴെ കിടക്കാതിരുന്നാൽ മതി. പരാജയപ്പെടുന്നത് വീണ് കിടക്കുന്നവൻ മാത്രമാണ്, എഴുന്നേൽക്കുന്നവൻ വിജയിയാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഈ ദിവസങ്ങളൊക്കെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു മലയാളി പയ്യനെ കുറിച്ച് മാധ്യമങ്ങളും മനുഷ്യരും ഇങ്ങനെ വലിയ അഭിമാനത്തോടെയും കണ്ണു നിറഞ്ഞൊക്കെ പറയുന്നതിൻ്റെ കാരണം, അയാൾ പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടന്നില്ല. ഹി വാസ് ഓൺ ദ മൂവ്. അദ്ദേഹം ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ഈ വീഴ്ചകളിലൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട്, ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല, അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ ശ്രമിക്കുന്നു. ഈ നോട്ടം മുഴുവനും ഈ ബലിയിലേക്കാണ്, തീർക്കാനായിട്ടുള്ള നിയോഗത്തിലേക്ക്. അവൻ വിജയിയാന്നേ. ആരാണോ ഇങ്ങനെ തളർന്നു കിടക്കുന്നത്, ആരാണോ നിരാശപ്പെട്ടു പോകുന്നത്, ഇനി എനിക്ക് മുന്നോട്ടൊരു വഴിയില്ല എന്ന് ചിന്തിക്കുന്നത്, അവരാണ് പരാജയപ്പെട്ടു പോകുന്നത്. നേരെ മറിച്ച് എൻ്റെ നിയോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്ക്, അതിലേക്ക് കണ്ണും മനസ്സും ഉറപ്പിച്ചിരിക്കുന്ന ഒരാൾക്ക്, അതിനു വേണ്ടി ഇങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, അതൊരാൾക്കും അയാളെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. പ്രശസ്തമായിട്ടുള്ളൊരു ഇംഗ്ലീഷ് കോട്ടിങ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് പറക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഓടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നടക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇഴയുക. വെറുതെ ഇരിക്കാൻ പാടില്ല. ബി ഓൺ ദ മൂവ്മെന്റ്. ഈശോ അതാ കാണിച്ചു തന്നുകൊണ്ടിരിക്കണം. കുരിശിൻ്റെ വഴിയാണ്, കഠിനമായിട്ടുള്ള വഴിയാണ്, ഭാരമുള്ളൊരു കുരിശാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ആയിട്ട് വളരെ വളരെ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മുന്നോട്ടൊരു അടിയെടുത്ത് വെക്കാനായിട്ട് പറ്റില്ല എന്നുള്ള ചിന്തയിൽ, ഇനി എനിക്ക് മുന്നോട്ടൊരു പോക്കില്ല എന്നുള്ള ചിന്തയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ആ ഒരു കരത്തിൽ ആശ്രയിച്ചുകൊണ്ട് ബി ഓൺ യുവർ മൂവ് മാൻ. നിങ്ങളുടെ കുരിശിൻ്റെ വഴികളിലാണ് നമ്മൾ ഇപ്പോൾ. അത് തളർന്നു കിടക്കാനായിട്ട് അല്ല കുരിശിൻ്റെ വഴി നമ്മളെ പഠിപ്പിക്കുന്നത്, മനസ്സുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുരിശിൽ നിന്നുള്ള ഉദ്ധാനത്തിൻ്റെ മഹിമയിലേക്ക് മനസ്സുറപ്പിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും ഇങ്ങനെ കുരിശിൻ്റെ വഴിയെ പരാതി പറഞ്ഞ് അവിടെ കിടക്കാനാവില്ല. നേരെ മറിച്ച് ഈ വഴി, കരുത്തിൻ്റെ വഴി, നമ്മളെ കുരിശിലേക്കും കുരിശിൽ നിന്ന് ഉദ്ധാനത്തിലേക്കും എത്തിക്കുമെന്നുള്ള പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. വിജയകരമായ വലത്തുകരവുമായിട്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നേ പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ കുരിശിൻ്റെ വഴികൾ നടക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.